ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട് മാംഗോ പൾപ്പ് ഉണ്ടാക്കാം. അത് നമുക്ക് ഒരു വർഷം വരെയും കേടാകാതെ എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ മാംഗോ പൾപ്പ് വെച്ചിട്ട് നമുക്ക് മാംഗോ ജ്യൂസും മാംഗോ ഷേക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് മാങ്ങ ഉള്ളപ്പോൾ അത് ചീത്തയാക്കി കളയാതെ ഇതുപോലെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 2 കിലോ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അതിതുപോലെ മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തേക്കുവാണ്. ഇനി നമുക്കിത് വേണ്ടത് ഒരു നാരങ്ങയാണ്. പിന്നെ നമുക്ക് ഈ കട്ട് ചെയ്ത മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മാങ്ങയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമ്മൾ അരച്ചെടുക്കുക. മിക്സിയുടെ ജാറിലും വെള്ളം പാടില്ല. മാങ്ങ അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം കാണരുത്. ഇനി നമുക്ക് ഇത് പ്രിസർവ് ചെയ്യാനായിട്ട് ഇതൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ നന്നായിട്ട് വഴറ്റി ആദ്യം ഒഴിച്ച ക്വാണ്ടിറ്റിയിൽ പകുതിയായിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ കട്ടിയായി വരും. ഇത് ഏകദേശം ഒരു 40-45 മിനിറ്റ് സമയമെടുക്കും ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് വെള്ളം വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിടരുത്, മീഡിയം ഫ്ലെയിമിലിടണം. കാരണം ഇതുപോലെ പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലേക്കൊക്കെ വീഴും. നന്നായിട്ട് ഇത് ഇപ്പോൾ പറ്റിയിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് ഞാനിത് വഴറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ, കുരുവില്ലാതെ അതിൻ്റെ നാരങ്ങ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ട് ഇതിലെ വെള്ളമെല്ലാം അബ്സോർബ് ആകുന്നിടം വരെ വഴറ്റി കൊടുക്കുക. കണ്ടിന്യൂസ് കരിഞ്ഞു പോകാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി, നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇത് ഞാൻ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഇത് ഒരു വർഷം വരെയും കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. ഇത് വെച്ചിട്ടാണ് നമുക്ക് ജ്യൂസോ മിൽക്ക് ഷേക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ലതുപോലെ തണുത്തതിന് ശേഷം വെള്ളം ഒട്ടുമില്ലാത്ത, ഒരു ഈർപ്പം ഒന്നുമില്ലാത്ത ബോട്ടിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഇനി ഞാൻ മാംഗോ ജ്യൂസ്, ഈ പ്രിസർവ്ഡ് ആയിട്ടുള്ള മാംഗോ പൾപ്പ് വെച്ചിട്ട് മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച മാംഗോ പൾപ്പാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ മാംഗോ പൾപ്പ് ഇട്ട് കൊടുക്കുവാണ്. ഒരു 4 ഗ്ലാസ് ജ്യൂസിനുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. 3 ടേബിൾ സ്പൂൺ മതിയാകും. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 5 പീസ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യാം. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മധുരമൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ജ്യൂസിൻ്റെ തിക്നെസ്സൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അധികം കട്ടിയുള്ളതാണ് വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിൽ മധുരം കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഷുഗർ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ 3 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു. മൊത്തത്തിൽ ഞാൻ 6 ടേബിൾ സ്പൂൺ ഷുഗറും 4 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 4 പേർക്കുള്ള ജ്യൂസിനുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇനി ഇതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുവാണ്. റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഈ സെയിം മാംഗോ പൾപ്പ് വെച്ചിട്ട് നമുക്ക് മാംഗോ ഷേക്ക് ഉണ്ടാക്കാൻ പറ്റും. സോഡയൊക്കെ യൂസ് ചെയ്തും ഒക്കെ മാംഗോ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിപ്പോൾ. ഇങ്ങനെ നമുക്ക് മാംഗോ ഒക്കെ ഒരുപാട് ഉള്ള സമയത്ത് നമ്മളത് വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ മാംഗോ പൾപ്പ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.